അല്ല, ഈ ദൂരദർശനാണോ സംഘ് ദർശനാണോ എന്ന് സംശയം തോന്നുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദൂരദർശൻ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. കേരള സ്റ്റോറി എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനം ആ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ മോശമാക്കുക. ഇവിടെ ആകെ തീവ്രവാദമാണ്. കേരളം പുരോഗമന നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ ഇന്നത്തെ നിലയിൽ കേരളമായി മാറിയതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും മോശമാക്കുന്നു. മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ കരിവാരി തേക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. കേരളത്തെ ആകെ ഒരു കുഴപ്പം പിടിച്ച സ്ഥലം എന്ന് ചിത്രീകരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സിനിമ, അത് ഒരു പൊതുമേഖലാ സ്ഥാപനം, അത് ഇത്രയും വിവാദമായി നിരവധി പരാതികൾ വന്ന ഒരു കലാവിഷ്കാരത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനത്തിന് ചേർന്നതാണോ? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ? അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ദൂരദർശനല്ല, ദൂരദർശൻ സംഘ് ദർശനാണ്. ഇതുകൊണ്ടൊന്നും കേരളത്തിൽ BJP രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. കേരളത്തിൽ BJP കൂടുതൽ ദയനീയ സ്ഥിതിയിലേക്ക് പോകാനേ ഇപ്പോൾ ഈ ദൂരദർശൻ്റെ ഈ നിലപാട് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ പിന്നിൽ നിന്ന് നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ പുറത്തു വന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. BJP കൂടുതൽ ദയനീയമായി കേരളത്തിൽ പുറകോട്ട് പോകും. എന്നാൽ ലോകത്താകെ കേരളത്തെ മോശമാക്കല്ലേ? ലോകത്താകെ കേരളത്തെ മോശമാക്കുന്നു. കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾ, ടൂറിസ്റ്റുകൾ, ആ ടൂറിസ്റ്റുകളൊന്നും വരുന്നതിന് മടിക്കുന്ന നിലയിലേക്കല്ലേ ഇത്തരം സിനിമകൾ പോവുക? അപ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തിനെതിരെയുള്ള ഒരു നീക്കമാണ്. അതിന് ആ നിലയിൽ സംസ്ഥാനം ഒന്നാകെ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം.